കോളേജ് പീരീഡ് കഴിഞ്ഞ വഴിക്ക് ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അവർക്ക് എങ്ങനെയാണ് നിങ്ങൾ എത്ര പെർസെൻറ്റേജ് ഓഫ് ലോണാണ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവർക്ക് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അത് ഒരു പുതിയതായിട്ട് ലോൺ ഇത് ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ അങ്ങനെ ഒരാളൊരു ഇൻ്റർവ്യൂ ചെയ്യും. ഇൻ്റർവ്യൂ ചെയ്തിട്ട് വിൽ ഫൈൻഡ് ഔട്ട് വെദർ ഈസ് ക്യാപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ് ആൻഡ് വി വിൽ ആസ്ക് ഹിം ടു ബ്രിങ് എ പ്രോജക്റ്റ്, വാട്ട് ഈ ഇൻറ്റൻസ് ടു ഡു, പുള്ളിയുടെ എന്താണ് പ്ലാൻ, എന്താണ്, എത്ര എമൗണ്ട് വേണ്ടി വരും, പുള്ളിയുടെ കയ്യിൽ എത്ര ക്യാപിറ്റൽ ഉണ്ട്, ഇതെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ തന്നെ ഒന്ന് അസസ് ചെയ്തിട്ട് ആയിരിക്കും ഞങ്ങൾ ലോണിന് കൊടുക്കുന്നത്. So you will thoroughly assess the intellectual part of the candidate. Yeah, definitely, because whether he is capable of it. Because we have seen so many people after the college or something jumping into so many things and we have seen so many people failing in their. I know, without any prior experience, it is very difficult to start a business. Even without experience, also some people are clever enough. So such people we will be. അങ്ങനത്തെ ഒരു ഇൻബോൺ ടാലന്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും സക്സസ് ചെയ്യാൻ പറ്റും. അതിനൊരു എനിക്ക് തോന്നുന്നത് ഒരു സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഈവൻ ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷനോ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഐ ഹാവ് സീൻ പീപ്പിൾ ഈവൻ ഹു ആർ അണ്ടർ ഗ്രാജുവേറ്റ്സ് ഹു ആർ വെരി സക്സസ്ഫുൾ. അപ്പോൾ അതുകൊണ്ട് ഒരു ഡിഗ്രി ആവണം, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആവണം, ഡോക്ടറേറ്റ് വേണമെന്നൊന്നും. ഇക്കാലത്ത് സക്സസ് നെവർ ഗോസ് ടു ദ പീപ്പിൾ ഹു ഹാവ് ഓൾറെഡി പർസ്യൂഡ് ഗുഡ് എഡ്യൂക്കേഷൻ. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ പീപ്പിൾ ഹൗ ദേ ടേക്ക് അപ്പ് ദിയർ ജോബ് ആൻഡ് ഹൗ ദേ ടേക്ക് അപ്പ് ദിയർ ബിസിനസ്. ബിക്കോസ് നമ്മൾ കാണുന്ന ഒത്തിരി വലിയ വലിയ മനുഷ്യന്മാർ അല്ലെങ്കിൽ ഒരുപാട് വലിയ നിലയിൽ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ സംടൈംസ് ദേ മൈറ്റ് കംപ്ലീറ്റഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഓർ ലെസ് ദാൻ ദാറ്റ്, അങ്ങനെയുള്ള. പക്ഷേ ദേ ഹാവ് ദ റിയൽ സെൻസ് ഓഫ് ഡൂയിങ് ദാറ്റ്. ആ സെൻസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ദേ ആർ സക്സീഡിങ്. My uncle and aunt, everybody are in bank. One is in Union Bank, another one is in State Bank. Like my uncle, when he came to the upper position, as soon as he reached that position, he took the VRS. He said, after this I don't want to take this. Because അത് തലപ്പത്ത് എത്തിക്കഴിഞ്ഞാലാണ് പ്രശ്നങ്ങൾ ഒരുപാട് കൂടുന്നതെന്നാണ് പറയുന്നത്. I don't know how far it is in your kind of doing things. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? That is also there because now the pressure to bank people are too much. Because mainly in I told you in villages and all it's easy to but when you go to metros so many this and risk is involved. അപ്പോൾ അതുകൊണ്ട് പലരും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഏജ് വരുമ്പോൾ വിചാരിച്ചെടുത്ത് they are just quitting the job and they get a decent pension also. That's sir. And later on they can do some auditing work for any other companies also, which is happening in my family. I'm just giving you an example. That is very true. Like നിങ്ങൾ പറഞ്ഞ മാതിരി enormous pressure കൊടുക്കുമ്പോൾ obviously whenever the pressure is there, people tend to do a lot of mistakes. May it be bank or may it be corporates or any other sector for that matter, people tend to make more mistake when the pressure is more. അപ്പോൾ ബാങ്ക്സ് ഇങ്ങനത്തെ ഒരു ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾ ഡീലിംഗ് വിത്ത് മണി ആൻഡ് മണി ഓൾവേസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രഷർ ഇടാൻ പാടില്ല എന്നുള്ള ഇത് ഹയർ മാനേജ്മെന്റിന് ഉണ്ടാവില്ലേ? അല്ല, പക്ഷെ ബാങ്ക്സിൽ അങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാതെയും ബാങ്കിന് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് കൂടെ നോക്കുമ്പോൾ, കാരണം ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻവോൾവ് ലോട്ട് ഓഫ് മണി. അപ്പോൾ അതിൽ കുറച്ച് കൺട്രോളൊക്കെ ഇല്ലെങ്കിൽ വലിയ പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ, അതായത് മാനേജ്മെൻറ്റിൻ്റെ പ്രഷറൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളത് ആ പ്രഷറിനെ ഇത് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കണം. We have to be smart enough to take that pressure and അതങ്ങനെ ചെയ്യാതെ പറ്റില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ ബാങ്ക്സും US വരെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി. അവിടെ ബാങ്ക്സ് ഡെയിലി ഫെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. I know almost some of the banks has been closed. So many banks have been closed. പക്ഷേ ഇന്ത്യയിൽ ഇതുവരെ ഒരു ബാങ്ക് പോലും ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ദ കൺട്രോൾ ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കൺട്രോൾ ബൈ ദ മാനേജ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇന്ത്യയിൽ ഒരിക്കലും ബാങ്ക്സിന് ഇതുവരെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. And nowadays, a common thing, what everybody knows and everybody faces is the credit card issue. Credit card issue is a big issue where the bank എന്ന് പറയുമ്പോൾ ഒരു per year almost calculate ചെയ്യുമ്പോൾ 42% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. The rate of interest is too high. എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ at the starting phase everybody are taking the credit card for
to taste that credit card, they will just swipe without knowing what is the future. At one session, bill one session, then they are regular in their payment. At one certain extent, പോയി കഴിഞ്ഞ സെഷൻ ദേ ആർ ഇനഫ്. അവരുടെ പേയ്മെന്റിന്റെ ആ പ്രിൻസിപ്പൽ അമൗണ്ട് കുറയുന്നതല്ല. അപ്പോൾ വാട്ട് ദേ ഹാവ് ഡൺ ഇസ് ദേ ഹാവ് സ്റ്റോപ്പ് പേയിങ് ഇറ്റ്. ഇപ്പോൾ നോർമലി നമ്മൾ കാണുന്ന ന്യൂ ജനറേഷൻ ബാങ്ക്സിൽ മിക്കവാറും ഉള്ള ബാങ്ക്സിൽ റിക്കവറി ചെയ്യുക എന്നുള്ള ഒരു സെപ്പറേറ്റ് ടീം തന്നെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി. ഇപ്പം എനിക്ക് അറിഞ്ഞ എൻ്റെ ഒരു നോളജിൽ അറിഞ്ഞ ഒരു വ്യക്തി 5 lakh rupees committed ആയിട്ട്, then he paid so and so money, then at last he closed the credit card with 20,000 rupees. How is this happening? അന്ന് ഇങ്ങനെ ഒരു ക്ലോസ് ഡൗൺ ചെയ്യുമ്പോൾ അത് ബാങ്കിന് നഷ്ടം വരില്ലേ? അല്ല, ക്രെഡിറ്റ് കാർഡിൽ അത് 20,000 ക്ലോസ് ചെയ്തെങ്കിൽ അതായത് അവർക്ക് റിക്കവർ ചെയ്യാനായിട്ട് യാതൊരു മാർഗവും കാണില്ല. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു ഗെറ്റിംഗ് സംതിങ് ഇസ് ബെറ്റർ ദാൻ ഗെറ്റിംഗ് നത്തിങ്. അപ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷേ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം പറഞ്ഞാൽ ന്യൂ ജനറേഷൻ ബാങ്ക്സ് ചെയ്യുന്നത് വലിയ തെറ്റാണ്. കാരണം ഇപ്പോൾ ഈ പുതിയതായിട്ട് ജോലി കിട്ടി വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുക്കുകയാണ്. അപ്പോൾ അവരപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ പണം ഇല്ലെങ്കിലും അവർ സ്പെൻഡ് ചെയ്യണം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിന് യോജിച്ച ഒരു സംഭവമല്ല. പക്ഷേ നമ്മൾ നോർമലി പറയാറുണ്ട് അവർ ഗവൺമെന്റ് ലോ, ദാറ്റ് ഇസ് വേർ വി ആർ ഫെയിലിംഗ്. നമ്മുടെ ലോയിലുണ്ട്, നമ്മൾ ഈ പലിശയ്ക്ക് കൊടുക്കാൻ പാടില്ല, അറ്റ് ഇസ് ഇല്ലീഗൽ, ഈ മീറ്റർ പലിശ എന്നൊക്കെ പറയുന്നില്ലേ. ബട്ട് വാട്ട് ബാങ്ക്സ് ആർ ഡൂയിങ് നൗ? ബാങ്ക്സ് it's more than what these people are giving. In the credit card എന്ന് പറയുന്ന സംഭവം തന്നെ it is more than what these financials are giving. The rate of interest is too high. അത് ശരിക്കും പറഞ്ഞാൽ ബ്ലേഡ് ബാങ്കിന് എടുക്കുന്നേക്കാളും വലിയ പലിശയാണ് ക്രെഡിറ്റ് കാർഡ്. അതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ ഒന്ന് ക്രെഡിറ്റ് കാർഡ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്നും ജനങ്ങളുടെ ബാങ്കാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ല. ഞങ്ങൾക്ക് എൻകറേജിങ് ഇറ്റ്. ഞങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് മാസ്റ്റർ കാർഡ് ഉണ്ട്, വിസ കാർഡും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അക്കൗണ്ടിൽ കാശ് ഉണ്ടെങ്കിൽ എടുക്കാം. Because our law should be that very strict that when they are focusing on the financial sector, when it is not be authorized for the private finance, it should not be given to the banking sector also. പക്ഷേ ബാങ്ക്സിൽ ഇങ്ങനെ ഒരു പ്രൊമോട്ട് ചെയ്തിട്ട് പിന്നെ ആൾക്കാരെ ഫൂൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത് കൂടുതൽ ഈ ന്യൂ ജനറേഷൻ ബാങ്ക്സിൽ, ഫോറിൻ ബാങ്ക്സിൽ, മറ്റ് ഈ നാഷണലൈസ്ഡ് ബാങ്ക്സിലോ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക്സാണ്, അതിലൊന്നും ഇങ്ങനെ ഇല്ല. ഒന്നാമത് ആളുകൾ ഇങ്ങനെ ഈ റിക്കവറി ഏജൻസ് തന്നെ ഈ ന്യൂ ജനറേഷൻ ബാങ്ക്സിലാണ് ഉള്ളത്.